ലോകമഹായുദ്ധങ്ങൾ ലോകമഹായുദ്ധങ്ങൾ എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ കൊതിയുടെയും അധിനിവേശത്തിന്റെയും ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ലോകമഹായുദ്ധങ്ങൾ. ഇതിൽ തന്നെ ഒന്നാം ലോകമഹായുദ്ധത്തെക്കാൾ വളരെ വലിയ യുദ്ധമായിരുന്നു രണ്ടാം ലോകമഹായുദ്ധം. വളരെ ഭീകരമായിരുന്നു രണ്ടാം ലോകമഹായുദ്ധം. ഈ മഹായുദ്ധങ്ങളിലെ ഏറ്റവും വലിയ വിനാശകരമായ ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാം, അമേരിക്കയുടെ ജപ്പാന് മേലെയുള്ള ന്യൂക്ലിയർ ആക്രമണം. ഓഗസ്റ്റ് 6 ഹിരോഷിമയിലും ഓഗസ്റ്റ് 9 നാഗസാക്കിയിലുമാണ് അമേരിക്ക ന്യൂക്ലിയർ ബോംബ് വർഷിച്ചത്. എന്നാൽ ഈ രണ്ട് ബോംബാക്രമണങ്ങളിൽ പെടുകയും അതിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്ത ഒരാളുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് എത്ര പേർക്കറിയാം? അതെ, അദ്ദേഹത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വെൽക്കം ടു സനി വ്ലോഗ്സ്. സുട്ടോമോ യമഗൂചി അദ്ദേഹം ഒരു ജാപ്പനീസ് എഞ്ചിനീയർ ആയിരുന്നു. ജപ്പാനിലെ നാഗസാക്കിയിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു ബിസിനസ് ട്രിപ്പിനാണ് അദ്ദേഹം ഹിരോഷിമയിൽ എത്തുന്നത്. ഏതാണ്ട് 2 ആഴ്ച കാലത്തോളം അദ്ദേഹത്തിന് ഹിരോഷിമയിൽ താമസമുണ്ടായിരുന്നു. തന്റെ ഒഫീഷ്യൽ കടമകളെല്ലാം തീർത്ത ശേഷം 1945 ഓഗസ്റ്റ് 6 അദ്ദേഹം ഹിരോഷിമയിൽ നിന്നും നാഗസാക്കിയിലേക്ക് തിരിച്ചു പോകുന്നതിന് വേണ്ടി പുറപ്പെടുകയായിരുന്നു. തന്റെ ഭാര്യയും പുതിയതായി തന്റെ വീട്ടിലേക്ക് എത്തിയ തന്റെ മകനെയും കാണാനുള്ള ആകാംക്ഷയിലായിരുന്നു അദ്ദേഹം. എന്നാൽ തന്റെ യാത്രയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾക്കിടയിൽ ഒരു വലിയ ശബ്ദം കേട്ടാണ് അദ്ദേഹം പുറത്തു വന്ന് നോക്കുന്നത്. അപ്പോൾ ചുറ്റും ഒരു വലിയ കാറ്റും കുറെ പൊടിപടലങ്ങളും മാത്രമാണ് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയുന്നതിന് മുമ്പ് അദ്ദേഹം എടുത്തെറിയപ്പെട്ടതുപോലെ വീഴുകയായിരുന്നു. എന്നാൽ ചെന്ന് വീണത് ഒരു ചെളി നിറഞ്ഞ പ്രദേശത്തായിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യമായ പരിക്കുകളൊന്നും അദ്ദേഹത്തിന് സംഭവിച്ചില്ല. മുഖത്തും കൈക്കും സംഭവിച്ച കുറച്ച് ഗുരുതരമായ മുറിവുകൾ ഒഴിച്ചു ചേർത്തിയ വേറെ അംഗഭംഗ വൈകല്യങ്ങളൊന്നും സംഭവിച്ചില്ല. അദ്ദേഹം തിടുക്കപ്പെട്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. പിന്നീട് ഈ മുറിവുകളിൽ ചില പ്രാഥമിക ശുശ്രൂഷകൾ എടുത്ത ശേഷം അദ്ദേഹത്തിന്റെ ജന്മനാടായ നാഗസാക്കിയിലേക്ക് യാത്ര പുറപ്പെട്ടു. നാഗസാക്കിയിലെത്തിയ അദ്ദേഹം തനിക്ക് സംഭവിച്ച ഈ അപകടത്തെക്കുറിച്ച് അടുത്ത സുഹൃത്തുക്കളോടും കൂടെ ജോലി ചെയ്യുന്നവരോടും പറഞ്ഞു. എന്നാൽ ഒരു ബോംബ് വീണതുകൊണ്ട് ഇത്രയും വലിയ അപകടങ്ങൾ ഉണ്ടാകുമോ, ഇയാൾ നുണ പറയുകയാണ് എന്നാണ് കേട്ട പലരും പറഞ്ഞത്. കാരണം അന്നത്തെ കാലത്ത് ഇത് വീണത് ഒരു ന്യൂക്ലിയർ ബോംബാണെന്നൊരു ധാരണയൊന്നും ലോകത്തിനില്ല. കാരണം ന്യൂക്ലിയർ ബോംബ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് അന്ന് വരെ ആരും കേട്ടിട്ടില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ന്യൂക്ലിയർ ബോംബിന്റെ ആദ്യ പരീക്ഷണം എന്ന് തന്നെ ഇതിനെ പറയാം. അമേരിക്കയുടെ വ്യൂ പോയിന്റിൽ ഇതൊരു വലിയ പരീക്ഷണം തന്നെയായിരുന്നു ജപ്പാനിലെ അമേരിക്ക ചെയ്തത്. ഓഗസ്റ്റ് 6 ലിറ്റിൽ ബോയ് എന്ന ന്യൂക്ലിയർ ബോംബാണ് അവര് ഹിരോഷിമയ്ക്ക് നേരെ പ്രയോഗിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ പൊടിക്കാറ്റ് വന്നൊന്നും വലിയ വലിയ പൊടിപടലങ്ങളും കാറ്റും ഉണ്ടായി എന്നെല്ലാം ഇദ്ദേഹം പറയുന്നത് കേട്ട് ഇദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ പലരും ഇദ്ദേഹത്തെ കളിയാക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഓഗസ്റ്റ് 9 ഈ കളിയാക്കിയവരുടെ മുന്നിലേക്ക് വരാൻ പോകുന്ന വിധി മറ്റൊന്നായിരുന്നു. കാരണം ഇദ്ദേഹത്തിന്റെ ജന്മനാടായ നാഗസാക്കിയായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി അമേരിക്ക അടുത്തതായി ടാർഗറ്റ് ചെയ്തിരുന്നത്. നാഗസാക്കിയിലും അദ്ദേഹം ബോംബ് വീഴുന്ന ടൈമിൽ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചില ഒഫീഷ്യൽ കർമ്മങ്ങളിൽ നിരതനായിരുന്നു. പെട്ടെന്ന് പുറത്ത് അന്തരീക്ഷത്തിന് ഈ മാറ്റം കണ്ട അദ്ദേഹത്തിന് ഹിരോഷിമയിൽ സംഭവിച്ചത് തന്നെയാണ് നാഗസാക്കിയിൽ സംഭവിച്ചതെന്ന് പെട്ടെന്ന് മനസ്സിലായി. കാരണം അദ്ദേഹം ഓൾറെഡി ഇത് കണ്ടത്. ഇത് കണ്ട അദ്ദേഹം ഉടനെ തന്നെ തന്റെ വീട്ടിലേക്ക് ഓടുകയായിരുന്നു. എന്നാൽ അവിടെ വീട്ടിലെത്തിയ അദ്ദേഹം കണ്ടത് കരളലിയിക്കുന്ന കാഴ്ചയാണ്. കാരണം വീട് മുഴുവൻ പൊളിഞ്ഞു കിടക്കുകയായിരുന്നു. എന്നാൽ ഇവിടെയും അദ്ദേഹത്തിനോടൊപ്പം ഭാഗ്യം നിന്നു എന്ന് വേണം പറയാൻ. കാരണം ഈ ആക്രമണം നടക്കുന്ന ടൈമിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ 2 പ്രാവശ്യത്തെ ബോംബാക്രമണങ്ങൾ, അതിൽ നിന്നും കഷ്ടിയായിട്ട് അദ്ദേഹത്തിന്റെ കുടുംബവും രക്ഷപ്പെടും. ലോകത്തെ തന്നെ ഏറ്റവും ഭാഗ്യവാനായ നിർഭാഗ്യവാൻ എന്ന് അദ്ദേഹത്തെ നമുക്ക് വിളിക്കാം. 2009 മാർച്ച് 24 ജാപ്പനീസ് സർക്കാർ ഹിരോഷിമയിലും നാഗസാക്കിയിലും ന്യൂക്ലിയർ ബോംബാക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ യമഗൂചി 2 സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന ഏക വ്യക്തിയാണെന്നും 2 ആക്രമണങ്ങളിൽ നിന്നും സർവേ ചെയ്യപ്പെട്ട ഏക വ്യക്തിയാണെന്നും ഒഫീഷ്യലി അംഗീകരിച്ചു. ഏതാണ്ട് 60 കൊല്ലങ്ങൾക്ക് ശേഷം 93-ാമത്തെ വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. ഈ ആക്രമണങ്ങളിൽ അദ്ദേഹത്തിന് സാരമായ പരിക്കുകൾ സംഭവിച്ചിരുന്നെങ്കിലും ജീവിതത്തെ വളരെയധികം ബാധിക്കുന്ന പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിനുണ്ടായില്ല. നമുക്കറിയാം, ഈ ന്യൂക്ലിയർ ബോംബ് ആക്രമണം കാരണം ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ജീവിച്ചിരുന്ന പലർക്കും മാറാവ്യാധികൾ പിടിപെട്ടു. അത് വെച്ച് നോക്കുമ്പോൾ യമഗൂചി സത്യത്തിൽ ഒരു ഭാഗ്യവാനായ മനുഷ്യനാണെന്ന് തന്നെ നമുക്ക് പറയാം. തനിക്കുണ്ടായ ഈ അനുഭവം ഭാവിയിൽ വരുന്ന തലമുറകൾക്ക് ഒരു വലിയ പാഠമാണെന്നും ഒരു പഠന വിഷയമാണെന്നും യമഗൂചി എപ്പോഴും പറഞ്ഞിരുന്നതായും പറയപ്പെടുന്നു.